എന്തുകൊണ്ടാണ് ധ്യാൻ ഇപ്പൊ കൂടെ കൂട്ടിയോ? ധ്യാൻ നമ്മുടെ എല്ലാ സിനിമകളിലും കഴിഞ്ഞ 4 സിനിമകളിലും ഉണ്ട്. കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ട്. എന്താ ലെറ്റ് ഫാക്ടർ ആണോ ധ്യാൻ ശ്രീനിവാസൻ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മള് ചിലരെ നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ. അത് സിനിമ ഭയങ്കര ഹിറ്റായി ഓടുന്ന മാത്രം അങ്ങനെയല്ല. ധ്യാൻ അങ്ങനെയാണ്. ധ്യാൻ ഭയങ്കര പോസിറ്റീവ് എനർജിയാ. കൂടെ പോരുന്നു ചോദിച്ചപ്പോ സിനിമ ഡയലോഗ് പോലെ. അതെ അതെ, ഞാൻ ഭയങ്കര പോസിറ്റീവാ. നമ്മൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യും, നമ്മൾ വിളിച്ചാൽ വന്ന് അഭിനയിക്കും. അങ്ങനെയുള്ളവരല്ലേ നമ്മുടെ കൂടെ വേണ്ടേ. അല്ലെ നമ്മൾ ഇവരുടെ പുറകെ നടന്ന് കയ്യും കാലും പിടിച്ച് യോ വന്നൊന്ന് അഭിനയിക്കോ വന്നൊന്ന് അഭിനയിക്കോ, അങ്ങനെ നമ്മൾ ഒരാളുടെ പുറകെ എത്ര പ്രാവശ്യം പോകും? അങ്ങനെ പോയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ പോയിട്ടില്ല സത്യത്തിൽ. നമുക്ക് അങ്ങനെ പോവാനായിട്ടുള്ള എല്ലാരും വരും. അത്യാവശ്യം അങ്ങനെയുള്ളവരെ വിളിക്കാറുള്ളൂ. അല്ലാത്തവരിപ്പോ സമയമില്ല അല്ലെങ്കിൽ റിമ്യൂണറേഷൻ കൂടുതലുള്ളവരെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോവാറില്ലല്ലോ. സമയം ഉണ്ടോ എന്ന് ചോദിക്കും, ഇല്ലാത്തവരുടെ പുറകെ പിന്നെ നമ്മൾ പോവാറില്ല. പക്ഷെ ധ്യാൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി സമയം ഉണ്ടാക്കി വരിക. അവിടെ ഞാൻ പറഞ്ഞ ധ്യാൻ ബിസി അല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ധ്യാൻ ബിസിയാണ്, ധ്യാൻ ഇഷ്ടംപോലെ സിനിമകളുണ്ട്, സേവനത്തിന്റെ പേരിൽ. പക്ഷെ ധ്യാൻ നമ്മൾ വിളിച്ചാൽ ധ്യാൻ വന്ന് നമ്മളുടെ സിനിമ ചെയ്തിരിക്കും. ഒരു അനിയനെ പോലെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും അനിയനാണ്. അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആ ഒരു എനർജിയും വൈബും ഒക്കെ ഇഷ്ടമാണ്.